ഗോതമ്പ് പൊടിയും ശർക്കരയും ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാനായിട്ട് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. എല്ലാവരുടെയും വീട്ടിൽ സാധാരണഗതിയിൽ കാണുന്ന കുറച്ച് ചേരുവകൾ ഉപയോഗിച്ച് നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇത് പ്രത്യേകിച്ച് സോഫ്റ്റ് ആയിട്ടോ അല്ല ഹാർഡായിട്ടോ അങ്ങനെ കൂട്ടിന് കൺസിസ്റ്റൻസി ഒന്നുമില്ല. എല്ലാം കൂടെ ഒന്ന് യോജിച്ച് വരണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെയാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഒരല്പം ലൂസ് ആയാലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കുഴച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ഒരുപാട് നേരം നീഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 3 കപ്പ് ഇളം ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് 1 മണിക്കൂർ നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇളം ചൂടുവെള്ളം ഒഴിക്കുന്നത് ഇതിൻ്റെ റെസ്റ്റിംഗ് പീരീഡ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല നിങ്ങൾക്ക് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്താലും മതിയാകും. ഇളം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ നേരത്തേക്കാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ 1 മണിക്കൂറോളം ആയിട്ടുണ്ട്. നമ്മളുടെ കൂട്ട് ഒന്നും കൂടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടാകും. ഈ ഒരു പാകത്തിന് ആയി കിട്ടണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഞെരടി യോജിപ്പിച്ചെടുക്കാം. നമ്മൾ ഇതിൻ്റെ പാലാണ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ കുതിർത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൈ ഉപയോഗിച്ച് ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ഞെരടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് മിക്സ് ആകാതിരിക്കും. ഇത് നമുക്ക് ആവശ്യമായിട്ടില്ല. ഇത് അരിച്ച് മാറ്റിയെടുക്കാനാണ് പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ വലിയ അരിപ്പയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിതുപോലെ ഒന്ന് കൈ ഉപയോഗിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് ഈ ഒരു രീതിക്ക് അരിച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നല്ല നേർത്ത തുണിയിലൂടെ വേണമെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ്. നേരത്തെ തുണിയിലൂടെ അരിച്ചെടുക്കുമ്പോൾ ഒന്നും കൂടെ നമുക്ക് പാല് നന്നായിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം വലിയ ഹോളുള്ള അരിപ്പയിലൂടെ അരിച്ചെടുത്തതിന് ശേഷം ഏറ്റവും അവസാനമായിട്ട് ചെറിയ ഹോളുള്ള അരിപ്പയിലൂടെയും കൂടെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പാല് മാത്രം സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഗോതമ്പിൻ്റെ പാൽ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാൽ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാനിവിടെ നല്ല അടികട്ടിയായിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വെച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഇതുപോലെ ഒന്ന് കുറുകി വരാൻ വേണ്ടി തുടങ്ങും. കുറച്ചും കൂടെ സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഒന്ന് കുറുകി വന്നിട്ടുണ്ടാകും. ഈ ഒരു രീതിക്ക് കുറുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കുറുകി വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് പാകത്തിന് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ഞാനിവിടെ 1.5 കപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1.5 കപ്പ് ശർക്കര എന്ന് പറയുമ്പോൾ അത്യാവശ്യം മധുരം കാണും. നിങ്ങൾക്ക് ഒരുപാട് മധുരം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ 1 കപ്പോളം ശർക്കര ചേർത്താൽ മതി. ഞാനിവിടെ ശർക്കര ഡയറക്റ്റാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൽ അഴുക്കൊന്നുമില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. അഥവാ നിങ്ങളുടെ ശർക്കരയിൽ എന്തെങ്കിലും തരിയോ മണലോ ഉണ്ട് തോന്നുന്നുണ്ടെങ്കിൽ 1.5 കപ്പോ അല്ല എത്ര ശർക്കരയാണ് എടുക്കുന്നത് അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ശർക്കര പാനി ആക്കിയതിന് ശേഷം അരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ശർക്കരയൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആ ഒരു മധുരമൊക്കെ ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ശർക്കര ഉപയോഗിച്ചുള്ള പലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു മടുപ്പ് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കും. ശർക്കര ചേർത്തുണ്ടാക്കുന്ന മിക്കവാറും പലഹാരങ്ങളിലും നമ്മളിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് ഇനി നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ ആ ഒരു നെയ്യൊക്കെ നല്ലപോലെ യോജിച്ച് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ കട്ടിയായിട്ട് വന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്താൽ മതി. നല്ല അടികട്ടിയായിട്ടുള്ള പാത്രം ഉപയോഗിച്ചാൽ മതി. ഇതൊന്നും കൂടെ കുറുകി വരുമ്പോൾ ഇതിലേക്ക് വീണ്ടും ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കുറച്ച് സമയം കഴിയുമ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യൊക്കെ നല്ലപോലെ അബ്സോർബായി ഇത് കട്ടിയായിട്ട് വന്നു തുടങ്ങും. ഇതിൻ്റെ ടോട്ടൽ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 30 മുതൽ 35 മിനിറ്റ് നേരത്തേക്കാണ്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി. ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് വരുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ഏറ്റവും അവസാനമായിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അത്യാവശ്യം കട്ടിയായി വന്നതിന് ശേഷം വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം.
ഈ ഒരു അവസാനം ചേർത്ത് കൊടുക്കുന്ന നെയ്യാണ് നമ്മളുടെ ഹൽവയുടെ ആ ഒരു കറക്റ്റ് ടെക്സ്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ അതും കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഇത് പാത്രത്തിൽ നിന്നൊക്കെ ചെറുതായിട്ട് റിലീസായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. പക്ഷേ ഇതല്ല പാകം, കുറച്ചും കൂടെ ആവാനുണ്ട്. അപ്പോൾ ഇത് ഞാനിപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് നെയ്യിലൊന്നും മൂപ്പിച്ചിട്ടില്ല, ഡയറക്റ്റ് ചേർത്ത് കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ മൂപ്പിച്ചിട്ട് വേണമെങ്കിലും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഓപ്ഷനിലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു രുചിയാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല പോലെ തന്നെ യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലാകുന്നത് വരെ വെയിറ്റ് ചെയ്യാണ് വേണ്ടത്. ഞാനിവിടെ ഓരോ പാകവും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ പാനിലൊക്കെ നന്നായിട്ട് റിലീസായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പാകമാകുമ്പോൾ നമുക്ക് ഏകദേശം ഇത് റെഡിയായെന്ന് മനസ്സിലാക്കാം. എങ്കിൽ കൂടി ഒരു 2 മിനിറ്റ് നേരം കൂടെ ഇത് കുക്ക് ചെയ്യാനുണ്ട്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തോളൂ. ഇതുപോലെ സ്ട്രക്ചർ ഹോൾഡ് ചെയ്യുന്നത് വരെയാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. നല്ല പോലെ തന്നെ പാത്രത്തിൽ നിന്നൊക്കെ റിലീസായിട്ട് വരും. ഈ ഒരു പാകത്തിലെത്തുമ്പോൾ ഇതൊരു നെയ്യ് തടവി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുകയാണ് വേണ്ടത്. പാത്രം നേരത്തെ തന്നെ നെയ്യ് തടവി വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചോളൂ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് തടവിയിരിക്കുന്ന സ്പൂണ് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ പറ്റിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇത് നല്ല പോലെ തന്നെ ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് വേണ്ടത്. റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് വെക്കുന്നത്, ഫ്രിഡ്ജിലൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ ഇത് നല്ല പോലെ തന്നെ ചൂടൊക്കെ ആറി കറക്റ്റായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ചിരുന്നില്ല. ഇതിൻ്റെ അരികുകൾ ഞാനിപ്പോൾ കത്തി ഉപയോഗിച്ചൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിനുശേഷം കയ്യിലേക്ക് തട്ടി കൊടുക്കുമ്പോൾ തന്നെ ഇത് ഇളകി വന്നോളും. ഒട്ടും തന്നെ പാത്രത്തിൽ പറ്റിപ്പിടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളുടെ ഹൽവ കിട്ടിയിരിക്കുന്നത്. ആ ഒരു ഹൽവയുടെ ആ ഒരു ചൂയി ടെക്സ്ചറൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതമ്പ് ഹൽവയാണ്. ഗോതമ്പ് ഹൽവ നമ്മൾ ഗോതമ്പ് പാൽ ഉപയോഗിച്ചാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ ഗോതമ്പ് ഹൽവ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ചൂയി ടെക്സ്ചറും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പലഹാരം ഉണ്ടാകുക. വായിലിട്ട ശരിക്കും അലിഞ്ഞിറങ്ങുന്ന ആ ഒരു ടെക്സ്ചറിലാണ് ഉണ്ടാകുക. ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹൽവ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റും. എല്ലാവരും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്കിത് കിട്ടും. എല്ലാ സ്റ്റെപ്പും ഞാനിവിടെ കറക്റ്റായിട്ട് തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. ഏകദേശം 35 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. ഫ്രിഡ്ജിലൊക്കെ വെച്ച് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ 1-2 ആഴ്ചയോളം കേടാകാതെ ഇരിക്കും. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.